കാസർഗോഡ് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. പെരിയയിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കളും പിന്തുണയുമായി പെരിയ ടൗണിൽ വ്യാപകമായ പോസ്റ്ററുകൾ. രക്തസാക്ഷികളെ ഉണ്ണിത്താനും DCC പ്രസിഡന്റും കച്ചവട ഉപകരണമാക്കുന്നുവെന്നാണ് ആരോപണം. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. സിജു, കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമാണ്. KPCCയുടെ നടപടിക്ക് ശേഷം ഉണ്ണിത്താനെതിരെ ഇന്നലെ രൂക്ഷമായ ഭാഷയിലാണ് പെരിയ അടക്കമുള്ളവർ പ്രതികരിച്ചത്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ തുടർചലനങ്ങൾ? അജിംഷാദ്, കാസർഗോഡ് കോൺഗ്രസിലെ തർക്കത്തിന്റെ ഭാഗമായി KPCC നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, സഹോദരനായ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു. ഇതിന്റെ തുടർ ചലനങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് എങ്ങും ഉയരുന്നത്. ഏകപക്ഷീയമായി ഉണ്ണിത്താൻ അനുകൂലമായ റിപ്പോർട്ടുണ്ടാക്കി ഇവരെ പുറത്താക്കി എന്ന തരത്തിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ ബാലകൃഷ്ണൻ പെരിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പെരിയയിൽ വ്യാപകമായ പോസ്റ്ററുകളാണ് ഇന്ന് രാവിലത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പെരിയ പാർട്ടി ഓഫീസ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്വാധീന മേഖലകളിൽ പെരിയ ടൗണിൽ ഉൾപ്പെടെയാണ് പോസ്റ്ററുകൾ ഉള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ വരത്തൻ എന്നും എട്ടുകാരി മമ്മൂഞ്ഞ് എന്നുൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് ഈ പോസ്റ്ററുകളിൽ വിമർശനമുള്ളത്. പാർട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേതൃത്വം വീട്ടിൽ പോയി കിടന്നുറങ്ങണമെന്നാണ് പറയുന്നത്. KPCC പ്രസിഡന്റിനോട് KPCC പ്രസിഡന്റ് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. പാർട്ടി പെരിയയിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിലേക്ക് പോകൂ, അവിടെ കിടന്നുറങ്ങൂ എന്ന തരത്തിൽ ശക്തമായ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വരെ വരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ഇപ്പോൾ ഈ രൂക്ഷമായ വിമർശനം ഉയരുന്നത്. അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, പല പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും തങ്ങൾക്കെതിരെ DCC പ്രസിഡന്റിനൊപ്പം ചേർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒപ്പം ചേർന്ന് നീക്കം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബാലകൃഷ്ണൻ പെരിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരം ആളുകൾക്കെതിരെയും അത്തരം ആളുകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ കുടുംബാവ, അച്ഛന്റെ തണലിൽ വളർന്നവൾ തുടങ്ങിയ പ്രയോഗങ്ങൾ ഈ പോസ്റ്ററിൽ കാണാം. അവരെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. നടപടിക്ക് പിന്നാലെ ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിയ ടൗണിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പുറത്താക്കിയ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും 4 പേർക്കെതിരെ നടപടിയെടുത്തതുകൊണ്ട് ഏകപക്ഷീയമായ നടപടി എന്ന ആക്ഷേപം ഉയരുമ്പോൾ സ്വാഭാവികമായും കാസർഗോഡ് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം അതിരൂക്ഷമായ നിലയിൽ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരസ്യമായ യുദ്ധം ആരംഭിക്കുന്നുവെന്നാണ്. കോൺഗ്രസിനകത്ത് തന്നെ നിലനിൽക്കും. നിരവധി പോരാട്ടമാണ് കോൺഗ്രസിനകത്ത് ഇത്രയും കാലം നിലനിന്നത്. അങ്ങനെയെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പോരാടിക്കൊണ്ട് എങ്ങനെ കോൺഗ്രസിൽ നിലനിൽക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വരും ദിവസങ്ങളിൽ കാണിച്ചു തരാമെന്നാണ് ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ പിന്തുണ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. കാസർഗോഡ് പാർട്ടി പിടിച്ചെടുക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ നേരത്തെ തന്നെ പല സിജു കണ്ണനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ യുദ്ധം കൂടി ആരംഭിക്കുന്ന സാഹചര്യമാണ് സിജു കണ്ണൻ നൽകുന്നത്.